ഹായ് ഫ്രണ്ട്സ്, എക്സാമിനനുസരിച്ച് പഠിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമും കിട്ടാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എപ്പോഴൊക്കെയാണ് നമ്മൾ എക്സാമിനനുസരിച്ച് പഠിക്കേണ്ടത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ എക്സാമിനനുസരിച്ച് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ആദ്യം നിങ്ങൾ SSC CGL എക്സാം or SSC പാറ്റേണിൽ നിങ്ങൾക്കറിയാം 4 ടോപ്പിക്കുകളാണുള്ളത്. QA ഉണ്ട്, RA ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, GK ഉണ്ട്. ഇതിനോട് അതേ പാറ്റേണിൽ നിങ്ങൾക്ക് പ്ലാൻ ബി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എക്സാമുകളാണ്. ഒന്ന് SSCയുടെ തന്നെ MTS എക്സാമിനേഷൻ ഉണ്ട്, അതിൽ GK ആൻഡ് ഇംഗ്ലീഷാണ് നിങ്ങൾക്ക് മാർക്ക് കൗണ്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ RRB NTPC ഉണ്ട്. RRB NTPCക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് വേണ്ട, ബാക്കി 3 ഏരിയകളും ഉണ്ട്. സോ നിങ്ങൾ എപ്പോഴാണ് ഒരു എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ എക്സാമിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക? അതിനാദ്യം നിങ്ങൾ സിലബസ്, അതായത് SSC എക്സാമാണ്, നിങ്ങൾ ദർ ഷുഡ് ബി എ ഫസ്റ്റ് ടൈം. നിങ്ങൾക്കൊരു ഫസ്റ്റ് ടൈം ഉണ്ടാവും. നോർമലി ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന ഒരാളുടെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് SSC എക്സാമാണ്, SSC CGL എക്സാമിനേഷൻ ആയിരിക്കും. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കണം. സോ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് QA, RA, QAനെ സംബന്ധിച്ചിടത്തോളം QA, RA, ഇംഗ്ലീഷ് ആൻഡ് GK ദർ ഷുഡ് ബി എ പ്ലാൻ. ആ സിലബസ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതൊന്നും ഈ വീഡിയോൻ്റെ ഭാഗമല്ല, അത് നിങ്ങൾക്കറിയാം. സോ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളൊരു കോച്ചിങ് എടുത്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ആയിരിക്കും. ഏതാണെങ്കിലും നിങ്ങൾ ഒരു സമയത്ത് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു സ്കോർ ഒരു 110 to 120 or 120 to 130 ആ റേഞ്ചിലേക്ക് നിങ്ങളുടെ സ്കോർ മിക്കവാറും എത്തും. സോ QAനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളൊരു ബേസ് പ്ലസ് അഡ്വാൻസ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യണം. സോ ഇതെല്ലാം കഴിയുന്ന സമയത്ത് നിങ്ങളൊരു മാർക്ക് ഒരു 130, 140, 140 പ്ലസ് റേഞ്ചിലേക്ക് നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് Tier 1 സ്കോർ എത്തും. സോ Tier 1 കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ സ്കോർ എത്തിയതിന് ശേഷം നിങ്ങൾ Tier 2 സെക്ഷൻ 1 കൂടി എടുക്കുക. Tier 2 സെക്ഷൻ 1 നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 150 പ്ലസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സാച്ചുറേഷൻ ലെവൽ ഉണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ പ്രിപ്പറേഷനും അതേപോലെ തന്നെ നിങ്ങൾ GKൻ്റെ പ്രിപ്പറേഷനും എല്ലാം നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകണം. സോ നിങ്ങളൊരു സാച്ചുറേഷൻ ലെവൽ എത്തിയതിന് ശേഷം നിങ്ങൾ നോർമലി സാച്ചുറേഷൻ ലെവൽ എത്താൻ വേണ്ടി നിങ്ങളൊരു 10 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 12 മണിക്കൂർ പ്രിപ്പയർ ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾ വൺസ് ആ സാച്ചുറേഷൻ ലെവൽ എത്തിയതിന് ശേഷം നിങ്ങൾക്ക് ആ സെയിം ലെവൽ ഓഫ് പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു 6 മണിക്കൂർ മതി. സോ ബാക്കി വരുന്നൊരു 6 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ നിങ്ങൾക്ക് എക്സാമിനനുസരിച്ച് മാറ്റാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് RRB NTPC എക്സാം വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 6 മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ 3 ഏരിയ അല്ലെങ്കിൽ അതായത് ഇംഗ്ലീഷ് ആണെങ്കിലും GK ആണെങ്കിലും QA ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ഈ 4 ഏരിയയും കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളതാണ് 6 മണിക്കൂർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള 6 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ എക്സ്ട്രാ വരുന്ന സാധനം. RRB NTPCക്ക് ഇംഗ്ലീഷ് ഇല്ല, പകരം GK കുറച്ചുകൂടി ഫോക്കസ്ഡ് ആണ്. അപ്പം ആ GKക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയുള്ള സമയമാണ് ബാക്കിയുള്ള 4 മണിക്കൂർ. ഇതേപോലെ SSC MTS എക്സാമിനേഷൻ വരുന്ന സമയത്ത് നിങ്ങളൊരു 6 മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് QAക്ക് കൊടുക്കണം, RAക്ക് കൊടുക്കണം, ഇംഗ്ലീഷിന് കൊടുക്കണം, GKക്ക് കൊടുക്കണം. ആൻഡ് ബാക്കിയുള്ളൊരു 4 മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് GKക്കും ഇംഗ്ലീഷിനും എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് എഫേർട്ട് ഇടാവുന്നതാണ്. സോ ഈ രീതിയിലായിരിക്കണം നിങ്ങൾ എക്സാമിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങളൊരു പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളൊരു സാച്ചുറേഷൻ ലെവൽ എത്തുന്നതിന് മുമ്പേ നിങ്ങൾ എക്സാമിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് ഡെഫിനറ്റ്ലി നമ്മളൊരു മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ 2 മാസത്തിന് അടുത്ത് നിങ്ങൾക്ക് RRB NTPC എക്സാമിനേഷൻ ഉണ്ട്, നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, നിങ്ങളൊരു സാച്ചുറേഷൻ ലെവൽ എത്തിയിട്ടൊന്നുമില്ല. നിങ്ങളൊരു SSC CGL എക്സാമിനേഷൻ 100-110 റേഞ്ചിൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് NTPC എക്സാം ഉണ്ടെങ്കിൽ നിങ്ങൾ നോർമലി ഇംഗ്ലീഷിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ അവിടെ നിർത്തിയിട്ട് ബാക്കി നിങ്ങൾക്ക് GKക്ക് കൂടി കുറച്ച് ഫോക്കസ് ചെയ്യുക എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കും. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഡെഫിനറ്റ്ലി SSC എക്സാമിനേഷൻ്റെ പ്ലാൻ ബി ആണ് RRB NTPC എക്സാമിനേഷൻ. നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ CGL എക്സാമിനേഷൻ 1,30,000 ആൾക്കാർ Tier 1 ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിലൊരു 20,000-ഓളം ആൾക്കാർക്ക് മാത്രമേ ജോലി കിട്ടൂ. ബാക്കി 1,10,000 ആൾക്കാർ ഇപ്പോഴും കട്ട് ഓഫ് കടന്ന ആൾക്കാർ, അത് കഴിഞ്ഞ എക്സാമിനേഷൻ്റെ കട്ട് ഓഫ് കടന്ന ആൾക്കാർ പുറത്തുണ്ട്. അവരെല്ലാവരും ഈ NTPC എക്സാമിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യും. അപ്പം അവരുടെ ഇടയിലേക്ക് നമ്മൾ പ്രിപ്പറേഷനൊന്നും പ്രോപ്പർ ആവാതെ കോമ്പീറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. അപ്പം നമ്മൾക്ക് ആ ഒരു പ്രിപ്പറേഷൻ ജേണിയിൽ, അതായത് നിങ്ങളൊരു സാച്ചുറേഷൻ ലെവലിലേക്കുള്ള ജേണിയാണ്, ആ ജേണീൻ്റെ ഇടയിലുള്ള 2 മാസമാണ്, അതായത് അത് ക്രൂഷ്യൽ ആയിട്ടുള്ള 2 മാസമാണ് നിങ്ങൾ എക്സാമിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് നഷ്ടപ്പെടുത്തുന്നത്. അപ്പം അങ്ങനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ തിരിച്ചെത്തുന്ന സമയത്ത് നിങ്ങൾ SSC ഏത് ലെവൽ ഓഫ് പ്രിപ്പറേഷനിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടോ ആ ലെവലിൽ നിങ്ങൾ എത്തില്ല, അതിൻ്റെയും താഴേക്കേക്ക് നിങ്ങൾ പോയിട്ടുണ്ടാവും. അപ്പോൾ അവിടുന്ന് വീണ്ടും ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോഴായിരിക്കും SSC MTS എക്സാമിനേഷൻ വരുന്നത്. ആ സമയത്ത് നിങ്ങൾ QAയും RAയും ഒഴിവാക്കി GKയും ഇതിന് മാത്രം പഠിക്കും. അവിടെയും ഇതേപോലെ സാച്ചുറേഷൻ ലെവൽ എത്തിയിട്ട് എക്സാമിനനുസരിച്ച് പഠിക്കുന്ന ഒരുപാട് പേര് കോമ്പീറ്റ് ചെയ്യാനുണ്ട്. അത്രത്തോളം വേക്കൻസികളുമില്ല. അപ്പോൾ അവർ അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യാതെ പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്.
അപ്പോൾ നിങ്ങൾ നോർമലി ചെയ്യേണ്ടത് സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ തീർന്നില്ല, നിങ്ങൾ അതിൻ്റെ ഒരു സാച്ചുറേഷൻ ലെവലിലേക്ക് എത്തുക. ചിലപ്പോൾ അതിനൊരു വർഷം എടുക്കും, ചിലപ്പോൾ 1.25 വർഷം എടുക്കും. ഇറ്റ് ഡിപ്പെൻസ്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിനും നിങ്ങളൊരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിക്കും അനുസരിച്ച് എടുക്കും. അത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടാണ് നിങ്ങൾ എക്സാമിനനുസരിച്ച് മാറ്റി പഠിക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം മുതലേ SSC MTS എക്സാമിന് വേണ്ടി മാത്രം പഠിക്കുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ RRB NTPCക്ക് വേണ്ടി മാത്രം പഠിക്കുന്ന ഒരാളായിരിക്കണം. സോ ഈ ഒരു ലെവൽ എത്തിയിട്ട് ഞാൻ ഇപ്പോൾ പറയുന്നത് ഒരു ആവറേജ് ലെവലിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളമാണ്. ഡെഫിനറ്റ്ലി നല്ല രീതിയിൽ ഇൻ്റലക്ച്വൽ ലെവലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എക്സാമിനനുസരിച്ച് തുടക്കം തൊട്ട് പഠിക്കുന്നതിനെ കൊണ്ടേ കുഴപ്പമില്ല. അവർക്കൊരു 3 മാസം കൊണ്ടല്ല എക്സാമും കിട്ടാവുന്ന രീതിയിലേക്കുള്ളൊരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയും അവരെ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു ലെവലും GKയുടെ ഒരു ലെവലും ഒക്കെ അവർക്ക് ഉണ്ടാവും. അപ്പോൾ അവരെ ഉദ്ദേശിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതോ അല്ല ഈ പറയുന്നത്. ഞാൻ പറയുന്ന ഒരു ഏവറേജ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നോർമലി ഒരു 7 to 8 months കൊണ്ട് അല്ലെങ്കിൽ 6 to 7 months കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു 1.5 yearsൻ്റെ ഉള്ളിൽ മാത്രം ഒരു സാച്ചുറേഷൻ ലെവലിൽ എത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർ ഈ ഒരു രീതി, അതായത് നിങ്ങൾ എക്സാമിനനുസരിച്ച് മാറ്റി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ 1 വർഷം അല്ലെങ്കിൽ 1.25 വർഷം കൊണ്ട് നിങ്ങൾ സാച്ചുറേഷൻ ലെവൽ എത്തുന്നത് നിങ്ങളുടെ 2 years ആവും. അപ്പോഴും വീണ്ടും എക്സാം വരും, അപ്പോഴും നിങ്ങൾ മാറ്റി പഠിക്കും. അപ്പോൾ ഒരു തരത്തിലും നിങ്ങൾ ഒരു എക്സാമിൻ്റെയും കട്ട് ഓഫ് കടക്കാത്തൊരു ലെവലിലേക്ക് നിങ്ങൾ എത്തും. സോ നന്നായി ചിന്തിച്ചിട്ട് നല്ല രീതിയിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നല്ല രീതിയിലൊരു സാച്ചുറേഷൻ ലെവലിൽ നിങ്ങൾ എത്തിയതിനു ശേഷം മാത്രം എക്സാമിനനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കുക. സോ ഓൾ ദ ബെസ്റ്റ്.